Welcome to Garam Masala, the magic spices of cooking. അമരിക്ക തോരൻ. ഇന്ന് നമുക്ക് നാടൻ വിഭവമായ അമരിക്ക തോരൻ തയ്യാറാക്കിയെടുക്കാം. ഇത് ചൂട് ചോറിന്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിനുവേണ്ടി ഞാൻ 1/4 കിലോ അമരിക്കയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇനി നമുക്കിതിനെ മുറിച്ചെടുക്കാം. ആദ്യം ഇതിന്റെ 2 എൻഡും മുറിച്ചെടുക്കണം. നാരുണ്ടെങ്കിൽ ഇതുപോലെ മാറ്റണം. നല്ല മൂത്ത അമരിക്കയാണെങ്കിൽ 2ആയി പൊളിച്ചതിന് ശേഷം ഇതിന്റെ അകത്തെ സീഡ്സിനെ മാറ്റണം. അതിനുശേഷം നമുക്കിതിനെ ചെറുതാക്കി മുറിച്ചെടുക്കാം. സീഡ്സിനെയും ചെറുതാക്കി മുറിച്ചെടുക്കണം. ഇത് പാകത്തിന് മൂപ്പുള്ള അമരിക്കയാണ്. അതുകൊണ്ട് നമുക്കിതിനെ ചോപ്പ് ചെയ്തെടുക്കാം. കഴിയുന്നത്ര ചെറുതാക്കി മുറിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കിയെടുക്കാം. ഇതിനുവേണ്ടി ഞാൻ മൺചട്ടിയാണ് എടുക്കുന്നത്. ചൂടായ മൺചട്ടിയിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കണം. കടുക് പൊട്ടി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉഴുന്ന് ചേർക്കാം. ഇനി 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഇവ കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഉഴുന്ന് ഓപ്ഷനിലാണ്. തോരനിലെല്ലാം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലോട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സവാള, ഒരു പച്ചമുളക് ഇവ കൂടെ ചേർക്കണം. ഈ സവാള സോഫ്റ്റ് ആയി വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള അമരിക്ക ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം സ്പ്രിങ്കിൾ ചെയ്യാം. ഈ അമരിക്ക കഴുകിയ വെള്ളം അമരിക്കയിൽ ഉണ്ടെങ്കിൽ വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇതിലോട്ട് വെള്ളം ചേർക്കുന്നില്ല. ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. രണ്ട് 3 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിതിലോട്ട് തേങ്ങ ചേർക്കാം. 1/2 കപ്പ് തേങ്ങയാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അമരിക്ക ഒന്ന് കുക്കായി വന്നാൽ മതി, ഓവർ കുക്കാകരുത്. നാലഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി. നമ്മുടെ അമരിക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ഹെൽത്തി അമരിക്ക തോരൻ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂട് ചോറിന്റെ കൂടെ സെർവ് ചെയ്യാം. താങ്ക് യു.